കോഴിക്കോട് പുതുപ്പാടിയിൽ ശക്തമായ കാറ്റിൽ വ്യാപക നാശനഷ്ടമുണ്ടായി എന്ന് വാർത്ത. കൊടുവള്ളിയിൽ മരം വീണ് ട്രാൻസ്ഫോമർ നിലംപൊത്തി. സമീപത്തെ കെട്ടിടത്തിന്റെ ഷീറ്റ് പറന്ന് വൈദ്യുതി ലൈനിൽ വീണുവെന്നാണ് വാർത്ത. ശക്തമായ കാറ്റിൽ താമരശ്ശേരി ചുരത്തിൽ പലയിടങ്ങളിലും മരം കടപുഴകി വീണിട്ടുണ്ട്. മിഥില ബാലൻ കോഴിക്കോട് നിന്ന് വീണ്ടും വിശദാംശങ്ങളുമായി ചേരുകയാണ്. മിഥില, പറയൂ വിശദാംശങ്ങൾ. എസ്കേൻ, ഇന്ന് പുലർച്ചെയാണ് ഇത്തരത്തിൽ ശക്തമായ കാറ്റും മഴയും ഉണ്ടായത്. ഈ മഴ, കാറ്റ് ഇതിലാണിപ്പോൾ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പുതുപ്പാടി കൈതപ്പൊയിൽ ഭാഗത്താണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ നാശനഷ്ടം ഉണ്ടായിട്ടുള്ളത്. കെട്ടിടത്തിന്റെ മേൽക്കൂര, അതായത് ഷീറ്റ് പറന്നുപോയി, തെങ്ങ് വീണ് വീടിന് നാശനഷ്ടങ്ങളുണ്ടായി. ഈ ഭാഗങ്ങളിൽ, അതായത് കൈതപ്പൊയിൽ ഭാഗങ്ങളിൽ വലിയ രീതിയിൽ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. വൈദ്യുതി ലൈൻ പൊട്ടിയിട്ടുണ്ട്. ഇവിടങ്ങളിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ട നിലയിലാണ് നിലവിലുള്ളത്. മറ്റൊന്ന് താമരശ്ശേരി ചുരത്തിലാണ്. താമരശ്ശേരി ചുരത്തിൽ ഈ കാറ്റിൽ വിവിധ ഇടങ്ങളിൽ മരം വീണിട്ടുണ്ടായിരുന്നു. ഇതും ഇന്ന് പുലർച്ചെ തന്നെയാണ്. ഇവിടങ്ങളിൽ ഫയർഫോഴ്സിൻ്റെയും താമരശ്ശേരി ചുരം സംരക്ഷണ സമിതിയുടെയും മറ്റ് സന്നദ്ധ സംഘടനകളുടെയും എല്ലാം നേതൃത്വത്തിൽ ഈ മരങ്ങളെല്ലാം തന്നെ അവിടെ നിന്നും മുറിച്ചു മാറ്റിയിട്ടുണ്ട്. കുറച്ചു സമയം ഗതാഗതം വൺ വേ അടിസ്ഥാനത്തിലായിരുന്നു അവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. മറ്റൊന്ന് കൊടുവള്ളിയിലാണ്. ഇത്തരത്തിൽ ശക്തമായ കാറ്റിൽ വൈദ്യുതി ലൈനിന്റെ മുകളിൽ മരം വീണ് ട്രാൻസ്ഫോമർ നിലംപൊത്തുകയുണ്ടായി. മാത്രമല്ല, തൊട്ടടുത്ത കെട്ടിടത്തിന്റെ ഷീറ്റ് പറന്നുപോയിട്ടുണ്ട്. ഇത്തരത്തിൽ നോക്കുകയാണെങ്കിൽ കോഴിക്കോടിന്റെ മലയോര മേഖലകളിൽ ഇന്ന് പുലർച്ചെ ശക്തമായ കാറ്റിൽ വ്യാപക നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. താങ്ക് യു മിഥില ബാലൻ.